എല്ലാവർക്കും നമസ്കാരം. വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. ഡിസംബർ മാസം 1 തീയതി മുതൽ ഡിസംബർ 7 വരെയുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള നിങ്ങളുടെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗം ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് ഈ ഒരാഴ്ചക്കാലം പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാമ്പത്തിക ഇടപാടുകളിലൂടെ ലാഭം സിദ്ധിക്കുന്നതിനും ഭൂമി വ്യവഹാരത്തിലൂടെ ധനം സിദ്ധിക്കുന്നതിനൊക്കെ ഈ നക്ഷത്രക്കാർക്ക് യോഗം നൽകും. വിദേശത്ത് തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും അനുകൂലമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് പ്രധാനമായിട്ട് ബ്യൂട്ടീഷ്യൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരാഴ്ചക്കാലമായിരിക്കും വരാൻ പോകുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ അഭിവൃദ്ധികൾക്കൊക്കെ ഇട നൽകുന്ന ഒരു സമയവും കൂടിയായിരിക്കും. പ്രധാനമായിട്ടും രോഗാദി ദുരിതങ്ങളെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഉദരവ്യാധികളെ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ക്ലേശ സമയവും കൂടി പറയുന്നുണ്ട്. അതിനാൽ തന്നെ ദോഷശാന്തിക്കായിട്ട് ശിവഭജനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഭക്ഷണങ്ങളിലൂടെ വന്നു ചേരുന്ന രോഗാദി ക്ലേശങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ആഹാര വസ്തുക്കളിലൂടെ നമുക്ക് അനാരോഗ്യപരമായിട്ടുള്ള ഒരു സാഹചര്യം ഈ ഒരാഴ്ച ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൂർവികമായി നിൽക്കുന്ന ധനത്തിൻ്റെ ലാഭവും ഈ ഒരാഴ്ച ഇവർക്ക് അനുകൂലമായിട്ട് വരും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യവും, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തൊഴിൽ സ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങളോ തൻ്റേതായ തൊഴിൽ മേഖലയിൽ ക്ലേശങ്ങൾ വരാതിരിക്കാനും കൈപ്പിഴ അശ്രദ്ധ മൂലം വരുന്ന കൈപ്പിഴകൾ വരാതിരിക്കാനും പ്രത്യേകം ഈ നക്ഷത്രക്കാർ ശ്രദ്ധിച്ചുകൊള്ളുക. ശത്രുത വർദ്ധിക്കാനുള്ളൊരു സാഹചര്യവും ഈ ഒരാഴ്ച ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ ആരോഗ്യപരമായിട്ട് ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും. ഗൃഹസ്ഥാനത്ത് പൊതുവെ മനസമാധാനങ്ങളുള്ള അന്തരീക്ഷവും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവരുടെ ദോഷങ്ങൾ മാറുന്നതിനും നക്ഷത്ര ഗുണഫലത്തിനും വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയെ ഭജിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ മുക്കാൽ ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അപവാദങ്ങൾക്കുള്ള യോഗങ്ങൾ ഈ ഒരാഴ്ച കാണുന്നുണ്ട്. സ്ത്രീകൾ നിമിത്തം അപവാദങ്ങൾ ഏൽക്കാൻ ഇടയുള്ളതിനാൽ 30 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപവാദ നിമിത്തം സ്വദേശത്ത് തന്നെ മാറി നിൽക്കേണ്ടതായ ഒരു സാഹചര്യം ഈ ഒരാഴ്ച സംജാതമായേക്കാം. ആയതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപവാദ യോഗ വിഷയങ്ങളിൽ ഇടപെടാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുന്നത് ഗുണഫലമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണഫലവും, വിവാഹാദി കാര്യങ്ങളുടെ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് ഉത്തമമായ വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതിനും അതുവഴി വിവാഹ ബന്ധം ഉറക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ച ഇടം നൽകുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായ ധനനഷ്ടങ്ങളും കടബാധ്യത കൂടുന്നതിനുള്ള സാഹചര്യങ്ങളും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് കാണുന്നുണ്ട്. ഇവരുടെ ദോഷങ്ങൾ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭജനം നടത്തി പ്രാർത്ഥിക്കുന്നതും അയ്യപ്പസ്വാമിക്ക് എള്ളുകിരി കത്തിക്കുന്നതും ഏറ്റവും ഗുണപരമായിരിക്കും. പുണർദത്തിക്കാലും പൂയവും ആയിലും ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാർക്ക് ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു സമയമായിരിക്കും. തൊഴിൽ മേഖലയിൽ ധനനഷ്ടങ്ങളെയൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഏറ്റവും അടുത്തിരുന്ന ആൾക്കാരുമായിട്ട് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നതിനുള്ളൊരു സാഹചര്യവും കൂടി ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് പ്രധാനമായും ഭാര്യാഭർത്ത ജീവിതത്തിൽ കള്ളത്തരങ്ങളൊന്നും വരുത്താതിരിക്കാൻ വേണ്ടി ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുവഴി കുടുംബ ബന്ധത്തിൽ തന്നെ വിള്ളലുകൾ വരാനുള്ള ഒരു സാധ്യത ഈ ഒരാഴ്ച ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാതാവും പിതാവുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാനും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷശാന്തിക്കായിട്ട് ശിവഭജനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മകം, പൂരം, ഉത്രത്തിൽ കാലം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർ ഈ ഒരാഴ്ചക്കാലം ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ വിഷയങ്ങൾ മൂലം ആശുപത്രിവാസം പറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചക്കാലമായിരിക്കും ഇത്. പെട്ടെന്നുണ്ടാകുന്ന വയ്യാഴികൾ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് എത്താനുള്ള സാഹചര്യം ഇവർക്ക് കാണുന്നുണ്ട്. മൂത്രാശയ സംബന്ധം, ഉദര സംബന്ധമായ അസുഖങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ശസ്ത്രക്രിയ യോഗം വരെ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം കാണുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കും. വിദേശത്ത് ജോലികളിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യവും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യവും ധനപരമായിരിക്കുന്ന വ്യാപാര നിമിത്തവും ഭൂമി വ്യാപാര നിമിത്തവും ധനസമ്പാദനത്തിനുള്ള യോഗവും
ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ദൂരദേശ യാത്രകൾ ചെയ്യുന്നവർ കഴിയുന്നതും ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ ദോഷ ശാന്തിക്കായിട്ട് ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാഭിഷേകം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരത്തിരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ 11-ാം ഭാവത്തിലെ വ്യാഴം ധനനേട്ടങ്ങളെ നൽകുമെങ്കിലും 7-ാം ഭാവത്തിലെ ശനി ഗൃഹസ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പരം വിശ്വാസങ്ങൾ നഷ്ടപ്പെടുന്നതിനുള്ള സാഹചര്യം ഈ ഒരാഴ്ച വന്നു ചേർന്നേക്കാം. ആയതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ ദാമ്പത്തിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കള്ളത്തരങ്ങൾ പറയാതിരിക്കാനും കഴിയാവുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ മേഖലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. നമ്മളോട് വളരെ അനുകൂലമായിട്ട് നിന്നിരുന്ന ആൾക്കാർ പോലും തൊഴിൽ മേഖലയിൽ നമ്മളോട് വിപരീതമായ സമീപനം സ്വീകരിക്കുന്നത് മനസ്സിനെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് വരാൻ പോകുന്നത്. ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സൈന്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ചിത്തിരതര ചോതി വിശാഖത്തിൽ മുക്കാൽ ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും. ഏറെ നാളെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുടെ സാധീകരണം നടക്കുന്നത് വഴി മനസ്സന്തോഷം ലഭിക്കുന്നതിനും ഏറെ നാളെ പ്രതീക്ഷിച്ചിരുന്ന മത്സര പരീക്ഷകളുടെയൊക്കെ ഫലങ്ങൾ അനുകൂലമായി വരുന്നതിനും ഒക്കെ ഇട നൽകുന്ന ഒരു ദിവസങ്ങളായിരിക്കും. ഏറെ നാളായി നിലനിന്ന രോഗാദി ക്ലേശങ്ങളൊക്കെ മാറി കുടുംബത്തിൽ ഐക്യത കൈവരുന്നതിനും സന്താനങ്ങളുമൊക്കെയായിട്ട് സമയങ്ങൾ ചെലവഴിക്കുന്നതിനുള്ള ഒരു യോഗങ്ങളൊക്കെ ഈ ഒരാഴ്ച ഇവർക്ക് കാണുന്നുണ്ട്. പൊതുവെ കുടുംബസ്ഥാനത്ത് കുടുംബാംഗങ്ങളെല്ലാവരും കൂടി മനപ്പൊരുത്തത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം മനസ്സന്തോഷത്തിന് ഇട നൽകുന്നതാണ്. ഇവർ ദേവീ ഭജനം നടത്തുന്നത് കൂടുതൽ അനുകൂലമാകുന്നതിനുള്ള സാഹചര്യത്തെ നൽകും. വിഷാദിക്കാലും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും. ദൂരദേശ യാത്രകൾ ചെയ്യുന്നത് വഴി മനസ്സിലുണ്ടാകുന്ന ടെൻഷനുകളൊക്കെ മാറ്റിവെക്കാനായിട്ട് പറ്റും. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നത് വഴി മറ്റുള്ളവരിൽ നിന്ന് വാക്കുകൾ കൊണ്ടുള്ള ക്ലേശങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു തരാം. നമ്മൾ ജാമ്യം നിന്ന് നൽകിയ സാമ്പത്തിക ഇടപാടുകൾക്ക് ഉത്തരവാദിത്തം പറയുക വഴി മനോക്ലേശങ്ങൾക്കും ഈ ഒരാഴ്ചക്കാലം ഇട നൽകിയേക്കാം. അറിയാത്ത കാര്യത്തിനു കൂടി മറ്റുള്ളവരുടെ പഴി കേൾക്കേണ്ടി വരുന്നത് മനസ്സിന് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഈ ഒരാഴ്ച ഇവർക്ക് സംജാതമാകും. സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ വിദേശത്തേക്ക് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് മനസ്സന്തോഷത്തിനൊക്കെ ഇട നൽകുന്ന സാഹചര്യമായിരിക്കും. സ്വദേശത്ത് വരുന്നതിനും ബന്ധുജനങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ച ഈ നക്ഷത്രക്കാർക്ക് പറയാവുന്നതാണ്. മൂലം പൂരാടം ഉത്രാടത്തിക്കാലും ഉൾപ്പെടുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം മനോക്ലേശങ്ങൾക്കൊക്കെ ഇട നൽകും. സ്വജനങ്ങളുടെ വിരോധങ്ങൾ ഇല്ലെങ്കിൽ സ്വജനങ്ങളുടെ വിരഹ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായ ഒരു സമയമായിരിക്കും ഇത്. ഏറെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ മരണം നമ്മളെ വളരെ നന്നായിട്ട് ബാധിക്കുന്നതിനുള്ള ഒരു ഇട നൽകുന്ന സാഹചര്യം കൂടി ഒരാഴ്ച ഇവർക്ക് സംജാതമായേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരിൽ നിന്നുള്ള വിദ്വേഷങ്ങളും മനസ്സിന് ക്ലേശങ്ങൾ നൽകാം. ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളുടെ ഫലം നമുക്ക് പ്രതികൂലമല്ലാതെ വരുന്നതും മനോക്ലേശങ്ങൾക്ക് ഇട നൽകുന്ന ഒരു ദിവസങ്ങളായിരിക്കും. ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നതും ഹനുമാൻ സ്വാമിക്ക് വടമാല സമർപ്പിക്കുന്നതും ദേവീക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും ഇവരുടെ ദോഷങ്ങൾ മാറി ഗുണഫലത്തിന് ഇട നൽകുന്നതായിരിക്കും. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തര ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളും ആരോഗ്യ സ്ഥിതിയിൽ കാര്യമായിട്ടുള്ള ക്ലേശങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ദിവസങ്ങളും കുടുംബ അന്തരീക്ഷം സമാധാനപരമായിരിക്കുന്നതും സാമ്പത്തികപരമായിട്ടുള്ള ലാഭങ്ങൾ നിമിത്തം ഏറെ നാളായി ഉണ്ടായിരുന്ന ഋണബാധ്യതകളൊക്കെ നീക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ച സംജാതമായേക്കാം. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന പല വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടുക വഴി നമുക്ക് തന്നെ ക്ലേശങ്ങളായിട്ട് വരികയും തൊഴിൽ സ്ഥാനത്ത് നമ്മളുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനും കൂടി പ്രത്യേകം ഈ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാന് ഉണ്ണിയപ്പ നിവേദ്യം നടത്തുന്നതും ഇവരുടെ ദോഷങ്ങൾ മാറാനായിട്ട് ഉപകരിക്കുന്നതാണ്. അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഗൃഹസ്ഥാനത്ത് കലഹങ്ങൾക്കൊക്കെ ഇട നൽകുന്ന ഒരാഴ്ചക്കാലമായിരിക്കും വരുന്നത്. സന്താനങ്ങളായും മാതാപിതാക്കളായിട്ടും പരസ്പര വിദ്വേഷങ്ങളും കലഹങ്ങളും സ്വഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടതായ സാഹചര്യം പോലും ഒരാഴ്ചക്കാലം ഇവർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്.
നമ്മൾ ചെയ്ത പല കാര്യങ്ങൾക്കും അംഗീകാരം കിട്ടാത്തത് മനോക്ലേശത്തിന് ഇട നൽകും. ഇവരുടെ ദോഷശാന്തിക്കായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ മാറുന്നതിനും ശിവഭഗവാനെ ഭജനം നടത്തുന്നതും ഗണപതി ഭഗവാനെ ഭജിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. പൂരുരുട്ടാതിക്കാലം ഉത്രട്ടാതിയും രേവതി ഉൾപ്പെടുന്ന മീനക്കൂറുകാർ ഈ ഒരാഴ്ചക്കാലം പ്രവർത്തന മേഖലയിൽ വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട്. മറ്റുള്ളവർ വഴി നമുക്ക് ക്ലേശങ്ങൾ വരാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രുത വർദ്ധിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഈ ഒരാഴ്ച ഈ നക്ഷത്രക്കാരിൽ കാണുന്നുണ്ട്. നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത ആൾക്കാരിൽ നിന്ന് പോലും നമുക്ക് പ്രതികൂലമായ നടപടികൾ വരികയോ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വഴി നമുക്ക് ദുഷ്കീർത്തി വരുന്നതിനുള്ള ഒരു യോഗങ്ങളും ഈ ഒരാഴ്ച ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹന അപകടങ്ങളോ വീഴ്ചയോ പതനങ്ങളോ ഉണ്ടാവാതിരിക്കാനും അംഗഭംഗങ്ങൾക്ക് ഇട നൽകുന്ന ഒരു സാഹചര്യവും കൂടി നൽകുന്നത് കൊണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉയരത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരും പ്രധാനമായിട്ട് ശ്രദ്ധിച്ചുകൊള്ളുക. പതനം എന്ന് പറയുന്നത് കൊണ്ട് തടി വ്യാപാരങ്ങൾ ചെയ്യുന്നവരും തടിയുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുന്നവരും ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ശിവഭഗവാനെ ഭജിക്കുന്നതും ദുർഗാദേവിക്ക് ജയദുർഗ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും ദുർഗാക്ഷേത്രത്തിൽ കടുംപായസ് നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഗുണഫലത്തെ നൽകുന്നതാണ്. എല്ലാ നക്ഷത്രക്കാരും അവരുടെ ദോഷങ്ങൾ മാറാനായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന വഴിപാടുകൾ യഥാസമയം നമ്മുടെ സമീപത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെല്ലാവരും പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ജയത്തിന് വേണ്ടിയിട്ട് പരാജയങ്ങളൊന്നുമില്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളൊന്നുമില്ലാണ്ട് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുന്നതിനായിട്ട് എപ്പോഴും നമ്മുടെ അധ്വാനത്തിൻ്റെ, നമ്മുടെ ലാഭത്തിൻ്റെ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു അംശം, ഒരു ഭാഗം അന്നദാനത്തിന് വേണ്ടി ചിലവഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയും ചെറുതായിക്കോട്ടെ, 1 രൂപ 10 രൂപ അങ്ങനെയല്ല, ഏറ്റവും ചെറിയ സംഖ്യയാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്ന ആ ദാനത്തിൻ്റെ മനസ്സിനാണ് പ്രാധാന്യം, അവിടെ തുകയ്ക്കല്ല പ്രാധാന്യം. മുഴുവനായിട്ട് നമ്മളെ കൊണ്ട് നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അന്നദാനമുള്ള ക്ഷേത്രത്തിൽ അന്നദാന ഫണ്ടിലേക്ക് സംഭാവന കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഈ നക്ഷത്രക്കാരെല്ലാവരും ഈ ഒരു മാസക്കാലം ഒന്ന് ശ്രദ്ധിച്ചോളുക. നമ്മുടെ ഏതുവിധ ദുരിതങ്ങൾ മാറുന്നതിനും മുൻ ദോഷ ശാപ ദുരിതങ്ങളൊക്കെ മാറുന്നതിനും മുൻജന്മ ദുരിത ശാന്തിക്കും ഏറ്റവും ഉത്തമമായ ദാനമാണ് അന്നദാനം എന്ന് പറയുന്നത്. അത് നമ്മുടെ കഴിവിൻ്റെ പരമാവധിയിനനുസരിച്ച് നമ്മൾ അന്നദാനം ചെയ്യുന്നത് ഏറ്റവും പുണ്യമായ കർമ്മമാണ്. അന്നദാനത്തോളം മഹത്തരമായ ദാനങ്ങൾ വേറെ ഒന്നുമില്ല എന്നാണ് ഗുരുദേവൻ പോലും പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അന്നദാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കഴിയാവുന്ന ദിവസങ്ങളിൽ മാസത്തിൽ 1 ദിവസമെങ്കിലും ഒരു അന്നദാനത്തിന് വേണ്ടി നടത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശുഭഫലത്തെ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. മൂകാംബികായേ നമഃ.